ദൈവത്തെ നിന്ദിക്കാൻ നിഷേധിക്കാനൊന്നും പോകണ്ട, വലിയ വൃത്തികേടിനും പോകണ്ട. അല്പം റീസണബിൾ ആയിട്ട് ജീവിക്കുക, ഒരു ബോധമുള്ള പോലെ ജീവിക്കുക, എല്ലാവരും ഒക്കെ ജീവിക്കുന്ന പോലെ. പ്രാർത്ഥനയൊക്കെ ആയിരിക്കും, അതൊക്കെ പിന്നെ ചെയ്താൽ മതി. ഇങ്ങനെ വലിയ പരസ്യമായി ഉറക്കുകൾ അങ്ങനത്തെ പ്രാർത്ഥനയൊന്നും വേണ്ട. റീസണബിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നീങ്ങിക്കുക. അങ്ങനത്തെ ഒരു ചിന്ത സാത്താൻ ഇട്ടുകൊടുക്കും. ദൈവരാജ്യത്തിനും നരകരാജ്യത്തിനും ഇടയിൽ ഒരു ഇടവഴിയില്ല, നോ മാൻസ് ലാൻഡ് ഇല്ല. ദൈവരാജ്യത്തിന്റെ വഴിയിൽ നിന്നും ഒരു ചുവട് നിനക്ക് തെറ്റിയാൽ ഈ നരകരാജ്യത്തിലാണ്. നരകരാജ്യത്തിന് ഒറ്റ ചുവട് വെച്ചാൽ മതി ദൈവരാജ്യത്തിൽ കടന്നു വരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയ്ക്ക് എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 52ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 2ാമത്തെ യാചനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വരികയായിരുന്നല്ലോ. അങ്ങയുടെ രാജ്യം വരണമേ. ആ രാജ്യം ദൈവത്താൽ ഭരിക്കപ്പെടുന്ന അനുഭവം, അത് നമ്മുടെ മനസ്സാക്ഷിയുടെ പ്രാധാന്യം, മനസ്സാക്ഷി ദൈവസ്ഥ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ നയിക്കലാണോ പ്രേരണയാണോ കിട്ടുന്നത്, അതെയോ സാത്താനാണ് തിരിച്ചറിയാനായിട്ടുള്ള വിവേചനത്തിൻ്റെ സുവർണ നിയമം, ഡിസൈൻമെൻറ്റ്, ഗോൾഡൻ റൂൾ ഫോർ ഡിസൈൻമെൻറ്റ് നമ്മൾ കാണുകയുണ്ടായ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. നമ്മൾ ഈ ഒരു സെഷനിൽ ഈ രാജ്യം, ദൈവരാജ്യം, നരകരാജ്യം, ഈ തമ്മിലുള്ള വ്യത്യാസം വഴിതെറ്റരുത് എന്ന് പറയുമ്പോൾ വളരെ ലോലമായ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത് എന്നൊരു തിരിച്ചറിവും കൂടെ നമ്മൾ എടുക്കണം. ഏത് ആത്മാവ് നമ്മളെ നയിക്കുന്നുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ നയിക്കല് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന അനുഭവവും പൈശാചിക ആത്മാവ് നയിക്കുന്ന അനുഭവവും നമ്മുടെ തൊട്ടു മുമ്പിലുണ്ട്. രാജ്യങ്ങൾക്കിടയിൽ ഒരു നോ മാൻസ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ക്രമീകരണം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നോ മാൻസ് ലാൻഡ് എന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെതുമല്ല ഈ രാജ്യത്തിൻ്റെതും അല്ലാത്ത കുറച്ച് സ്ഥലം രാജ്യങ്ങൾക്കിടയിൽ ഇട്ടേക്കും. സാഹചര്യം അനുവദിക്കുന്നിടത്ത് ചിലപ്പോൾ കിലോമീറ്ററുകളോളം സ്ഥലം 2 രാജ്യത്തിൻ്റെ അല്ലാതെ കിടക്കും. വളരെ നഗരമേഖലയിലൂടെയൊക്കെയാണ് രാജ്യത്തിൻ്റെ അതിർത്തി പോകുന്നതെങ്കിൽ ഒരു മതിലൊക്കെ കെട്ടി തിരിക്കാനേ പറ്റുള്ളൂ. നോ മാൻസ് ലാൻഡ് അതിൻ്റെ ഉദ്ദേശം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ രാജ്യത്ത് നിന്ന് ഒരാൾ അങ്ങോട്ടെങ്ങാൻ ആരെങ്കിലും ഒന്ന് ഇറങ്ങിച്ചെന്ന് വഴിതെറ്റിപ്പോയാൽ നേരെ മറ്റേ രാജ്യത്ത് കയറാതെ തിരിച്ചു വരാൻ അവസരം കിട്ടുക എന്നുള്ളതാണ്. ഈ ഒരു ദൈവിക ജ്ഞാനത്തിൻ്റെ മനോഹരമായ ഒരു പ്രായോഗിക അനുഭവമാണ് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ പണ്ടത്തെ കാലത്ത് പുരയിടങ്ങൾ വാങ്ങിക്കുമ്പോൾ കാരണവന്മാർ അവയ്ക്കിടയിൽ ഇടവഴികൾ ഉണ്ടാക്കുമായിരുന്നു. പുരയിടങ്ങൾക്കിടയിൽ ഇടവഴികൾ ഹൈറേഞ്ച് ഭാഗത്തും മലബാർ ഭാഗത്തും പഴയ നാട്ടുപുറങ്ങളിലൊക്കെ ഉള്ളതൊക്കെ അറിയാം. വിശാലമായ പുരയിടങ്ങളായിരിക്കും. അപ്പോൾ അതിർത്തി തിരിക്കുമ്പം അവിടെ 2 പറമ്പിൻ്റെ ഉടമസ്ഥർ വന്നിട്ട് ജോലിക്കാരെ ഉപയോഗിച്ച് ഒരു 2-3 അടി വീതിയിൽ മണ്ണ് കളിച്ച് കോരി പറമ്പിലേക്കിടും. 10 ഭാഗം താഴും, ഒരു താഴ്ചയായിട്ട് ഒരാൾ താഴ്ചയിൽ അങ്ങനെ ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ട് ആ 2 ഭാഗവും വെട്ടി ഇറക്കിയത് ഒരു കയ്യാൽ കല്ല് പെറുക്കി വെച്ച് അടച്ച് കിട്ടും. അപ്പോൾ അടിയിൽ ഒരു 2-3 അടി വീതിയിൽ ഇങ്ങനെ ഈ പറമ്പിലും കയറാതെ ആ പറമ്പിലും കയറാതെ ആർക്ക് വേണേ നടക്കാനും പോകാനും വെള്ളം ഒഴുകാനും ഒക്കെയുള്ള അവസരമുണ്ട്. എന്ന് മാത്രമല്ല, ഒരു പറമ്പിൽ ഒരു തേങ്ങ ഇടുമ്പം തേങ്ങ ഉരുണ്ട് അതിൻ്റെ പുറത്തേക്ക് പോയാൽ മറ്റേ ആളുടെ പറമ്പ് ശരിയല്ല, ഇടവഴി കിടന്നോളും, അവിടെ ഇറങ്ങിയെടുത്താൽ മതി. പശുവോ ആടോ ഒക്കെ വളർത്തുമ്പോൾ ഒരു പശു അല്ലെ ആട്ടിൻകിടാവോ ആട്ടിൻകുട്ടി എടുത്ത് ചാടി അതിന് വിട്ട് ചാടിയാലും മറ്റേ പറമ്പിൽ കയറിയല്ല, അവിടെ കൃഷിക്ക് ഉപദ്രവം വരികയല്ല, ഇടവഴി നോക്കി എടുത്താൽ മതി. മാത്രമല്ല, ഈ പറമ്പിലും ആ പറമ്പിലും കയറാതെ മറ്റവർക്ക് പോകാനുള്ള വഴിയാണ്, പിന്നെ വെള്ളം ഒഴുകാൻ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രായോഗിക ബുദ്ധി അതിൻ്റെ പുറകിലുണ്ട്. അത് തന്നെയാണ് ഈ നോ മാൻസ് ലാൻഡ്. രാജ്യങ്ങൾക്കിടയിൽ ഒത്തിരി അസ്വസ്ഥത ഒഴിവാക്കാൻ പറ്റും അത്ര ഒരു സ്പേസ് ഇടുമ്പോൾ. പറയില്ല, ബന്ധങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ തമ്മിൽ വ്യക്തികൾ തമ്മിൽ ഇടപെട്ട് പോകാൻ അല്പം സ്പേസ് ഇട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ ഈ ദൈവരാജ്യ നരകരാജ്യ ആശയം നമ്മൾ ഈ പരമ്പരയുടെ ആദ്യ ഭാഗത്ത് 5-6 സെഷനുകളിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ബേസിക് കൺസെപ്റ്റ് നമ്മൾ കാണുകയുണ്ടായി. ഓർമ്മിക്കുന്നുണ്ടല്ലോ, ബൈബിളിൻ്റെ
ഈശോയുടെ പ്രബോധനത്തിന്റെ ശുശ്രൂഷ അടിസ്ഥാന പ്രമേയം ദൈവരാജ്യമാണ്. ഈശോ നിരന്തരം പ്രഘോഷിച്ചതും ആദ്യം മുതൽ അവസാനം വരെ പ്രഘോഷിച്ചതും വ്യാഖ്യാനിക്കാൻ നിരവധി ഉപമകളിലൂടെ പരിശ്രമിച്ചതും ഈശോയുടെ തന്നെ ലൈഫിനെ നിർണയിച്ചതുമെല്ലാം ഈ കൺസെപ്റ്റാണ്. ഈശോയ്ക്കെതിരെയുള്ള ആരോപണം വിലത്തിനുമൊക്കെ ചെല്ലുന്നത് രാജാവാകാൻ പോകുന്നു, INRI എന്നുള്ള എഴുത്ത് കുറിച്ച് വരാൻ, കാരണം രാജാവ് യഹൂദരുടെ രാജാവ് സ്വസ്തി എന്നുള്ള പടയാളുടെ പരിഹാസം, ഇങ്ങനെല്ലാമുള്ള കാര്യങ്ങൾ വരാൻ കാരണം ഇട വന്നിരിക്കുന്നത് ഈശോ ഈ ദൈവരാജ്യം പ്രഘോഷിച്ചത് കൊണ്ടാണ്. എന്നാൽ ഈ ദൈവരാജ്യത്തെ നമ്മൾ കാണുമ്പോൾ മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 22 വാക്യം നമ്മൾ ശ്രദ്ധിച്ചതാണ്. അവിടെ ബെൽസെബൂൽ കോൺട്രവേഴ്സി, നീ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്ന ആരോപണം വരുമ്പോൾ ഈശോ ഉത്തരം കൊടുക്കുന്നിടത്ത് ഭിന്നിക്കുന്ന ഏത് രാജ്യവും നശിക്കും എന്ന് പറഞ്ഞിട്ട് സാത്താന്റെ രാജ്യത്തെ കുറിച്ച് പറയുന്നു. പിന്നെ മൂന്നാമത് മത്തായി 12:28 പരിശുദ്ധാത്മാവിനെ കൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കുന്ന ദൈവരായി വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെ രാജ്യത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ ഈശോ ക്രമബദ്ധമായിട്ട് അതിനുള്ളൊരു കൊണ്ടശ പശ്ചാത്തലം ഒന്നും അവിടെ ആരും പറഞ്ഞിട്ടില്ല ആ വിഷയം. എന്നിട്ട് ഈശോ നേരെ എടുത്തിട്ട് പറഞ്ഞു. അതുവഴിയായിട്ട് അവിടെ 2 രാജ്യങ്ങൾ ഈശോ കാണിക്കുകയാണ്, സാത്താന്റെ രാജ്യവും ദൈവത്തിന്റെ രാജ്യവും. ദൈവാത്മാവിനെ സാത്താനെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് താൻ ദൈവരാജ്യം സ്ഥാപിക്കുന്നത്. 2 രാജ്യങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിബ്ലിക്കൽ റെവലേഷന്റെ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ 2 രാജ്യങ്ങൾക്കിടയിൽ നമുക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞതായ ഒരു ഇടവഴി അല്ലെങ്കിൽ ഒരു നോ മാൻസ് ലാൻഡ് ഇല്ല. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ അപ്പസ്തലന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നത്? ഉത്തരം നമുക്കറിയാം. വീണ്ടും ചോദിക്കും, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നത്? ഉത്തരം നമുക്കറിയാം. പത്രോസ് ആ ഉത്തരം കൊടുക്കുന്നത്. അപ്പൊ ആ ഉത്തരം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ ക്രിസ്തുവാണ്. അത് കേൾക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇത് മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തുന്നത്. 17-ാം വാക്യം മത്തായി 16. പിതാവായ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ സ്വീകരിച്ച് അതനുസരിച്ച് സംസാരിക്കുന്ന പത്രോസ് ദൈവരാജ്യ അനുഭവത്തിലാണ്. ഇപ്പൊ കണ്ടല്ലോ, ദൈവരാജ്യം എന്ന് വെച്ചാൽ എന്താ? ദൈവത്തിന്റെ ആത്മാവിനാൽ, പിതാവിന്റെ ആത്മാവ് പറയുന്ന അനുസരിച്ച് സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, തീരുമാനമെടുത്ത് നീങ്ങുന്നു. അതാണ് ദൈവരാജ്യ അനുഭവം. അപ്പൊ ആ ദൈവരാജ്യ അനുഭവത്തിലാണ് പത്രോസ് നിൽക്കുന്നത്. ഉടനെ ഈശോ അതാ അടയാളം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യാണ്, നീ ഭാഗ്യവാൻ, ഈ പാറമേൽ നിന്റെ വിശ്വാസ പ്രഖ്യാപനം അല്ലെങ്കിൽ നിന്റെ വിശ്വാസത്തിന്റെ ഉള്ളം, ആ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, സഭ സ്ഥാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നീങ്ങുന്നു. എന്ന് മാത്രമല്ല 19-20 വാക്യങ്ങളില് 10 വാക്യത്തില് സ്വർഗ്ഗരാജ്യത്തിന് താക്കോൽ നിറയ്ക്കാൻ തരുന്നു. അപ്പൊ ദൈവരാജ്യത്തിന്റെ താക്കോൽ തന്നെ പത്രോസിനെ, സഭയുടെ 1-ാമത്തെ അമരക്കാരനായി ഈശോ പ്രഖ്യാപിക്കുന്ന പത്രോസ്, 1-ാം മാർപ്പാപ്പയെ പത്രോസിന്റെ കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈശോ പത്രോസിന് കിട്ടിയ വ്യക്തത അപ്പോസ്തലന്മാരെല്ലാം വ്യക്തമായി. അപ്പോൾ ഈശോ തന്റെ പിടാസഹനത്തെ കുറിച്ച് 1-ാം പ്രവചനം നടത്തുകയാണ്. എങ്ങനെയാണെന്ന് ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നത്? പിശാചിന്റെ രാജ്യത്തെ തകർത്തുകൊണ്ട് ദൈവരാജ്യം സ്ഥാപിക്കത്തുള്ളല്ലോ. കണ്ടു കഴിഞ്ഞു മത്തായി 12:28. പിശാചിന്റെ സാമ്രാജ്യം പാപത്തിന്റെ സാമ്രാജ്യമാണ്, വഴിതെറ്റലിന്റെ സാമ്രാജ്യമാണ്. പിശാചിന്റെ സാമ്രാജ്യത്തെ, പാപത്തിന്റെ അവസ്ഥയെ തീർക്കാൻ തന്റെ രക്തം കുരിശിൽ ചിന്തി ആ തിരിച്ചോരയില് പാപക്കറ കഴുകിക്കൊണ്ടാണ് പിശാചിന്റെ അവകാശത്തെ ഊരിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ പക്കലേക്ക് മക്കളെ കൊണ്ടുവരിക. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തില് 31, 32, 33 വാക്യങ്ങളില്, ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്റെ പക്കലേക്ക് ആകർഷിക്കും, ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും എന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് കാണാം. അപ്പൊ കുരിശിലെ ബലിയിലൂടെയാണ് പാപക്കറ തിരിച്ചോരയിൽ കഴുകി പാപത്തിന്റെ അവകാശത്തെ ഒരു ന്യായമാക്കി പിടിച്ചുകൊണ്ട്, പാപത്തിന്റെ സാന്നിധ്യത്തെ അവകാശമാക്കി പിടിച്ചുകൊണ്ട് നമ്മളെ ഭരിക്കുന്ന അവസ്ഥ, നമ്മളെ സാത്താനെ ബഹിഷ്കരിച്ച് നമ്മളെ മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈശോ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോല് സഭയെ ഏൽപ്പിക്കുന്നു, പത്രോസിനെ ഏൽപ്പിക്കുന്നു. ആ സഭയെ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് 1-ാമത്തെ പ്രഖ്യാപനം മത്തായി 16 18-ാം വാക്യത്തില്. അത് കഴിയുമ്പോൾ ഈ പീഡാനുഭവത്തെ കുറിച്ച് ശരിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് കേൾക്കും പത്രോസ് തടസ്സം പറയുന്നു. ആ തടസ്സപ്പെടുത്തലിനെ ഈശോ കൃത്യമായിട്ട് തിരിച്ചറിയുകയാണ്, സാത്താന്റെ ഇടപെടലാണ്. സാത്താൻ ഇവിടെ വഴി തെറ്റിക്കാൻ നോക്കുകയാണ്. ഈശോ തന്റെ 1-ാമത്തെ മാർപ്പാപ്പയായിട്ട് താക്കോലും കൊടുത്ത് പ്രഖ്യാപിച്ചതേ ഉള്ളൂ പത്രോസിന്. എന്നിട്ടും യാതൊരു ശങ്കയും ഇല്ലാതെ തെളിച്ച് വ്യക്തമായിട്ട്
സാത്താനെ എന്ന് പത്രോസിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് വിളിച്ചു. പത്രോസിനെ അല്ല, പത്രോസിലൂടെ സംസാരിക്കാൻ നോക്കുന്ന പൈശാചിക അധിപനെ, നീ എൻ്റെ പിന്നിലേക്ക് മുമ്പിൽ നിന്ന് പോകൂ എന്ന് ശാസിക്കുകയാണ്. അപ്പൊ ഇവിടെ പത്രോസ് ആണ് ഈ വാക്ക് സംസാരിച്ചത്. പത്രോസ് സാത്താന്റെ വാക്കാണ് സംസാരിച്ചത്. നമുക്കറിയാം, എന്ന് വെച്ചാൽ തൊട്ട് മുമ്പില് സ്വർഗീയ പിതാവിന്റെ വാക്ക് സംസാരിച്ച ദൈവരാജ്യ അനുഭവത്തിലായിരുന്ന പത്രോസ് ഇപ്പോൾ സാത്താന്റെ വാക്ക് സംസാരിക്കുന്ന നരകരാജ്യത്തിലേക്ക് ചവിട്ടി തെറ്റി മാറിയ ഭക്താവായിട്ട് വ്യക്തിയായിട്ട് കാണപ്പെടുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവരാജ്യത്തിനും നരകരാജ്യത്തിനും ഇടയിൽ ഒരു ഇടവഴിയില്ല, നോമാൻസ് ലാൻഡ് ഇല്ല. ദൈവരാജ്യത്തിന്റെ വഴിയിൽ നിന്നും ഒരു ചുവട് നിനക്ക് തെറ്റിയാൽ നീ നരകരാജ്യത്തിലാണ്. നരകരാജ്യത്തിന് ഒറ്റ ചുവട് വെച്ചാൽ മതി ദൈവരാജ്യത്തിൽ കടന്നു വരാൻ. പലപ്പോഴും പല ആൾക്കാരും വാദിക്കുന്നതും ചിന്തിക്കുന്നതും കണ്ടിട്ട്, നേരിട്ട് തന്നെ എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ധ്യാനങ്ങളൊക്കെ നടത്തി കരിസ്മാറ്റിക് രീതിയിൽ സ്തുതിപ്പും ഒക്കെ ആയിട്ട് ഇടവ സമൂഹത്തെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചില കുടുംബ ഇടവക്കാർ വന്ന് നേരെ നോക്കി പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഈ പറയുന്ന ഹല്ലേലൂയ പരിപാടി നമുക്ക് പണ്ടില്ലായിരുന്നല്ലോ, ഇപ്പം എവിടുന്ന് വന്ന് ഈ ഹല്ലേലൂയ പരിപാടിയൊക്കെ? ഒരിക്കൽ ചേട്ടൻ പറഞ്ഞ് ഓർമ്മിക്കണം, ഈ ഹല്ലേലൂയ പാർട്ടിയിലൊന്നും എന്നെ ചേരാൻ കേട്ടത്തില്ല, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനോടുള്ള അവജ്ഞ പോലും പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ളവര് മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം ഇതാണ്, ഈ വലിയ ഹല്ലേലൂയയും സ്തുതിപ്പും വചനവും ധ്യാനവും പ്രാർത്ഥനയായിട്ടുള്ള അങ്ങേയറ്റത്തെ ഈ പരിപാടി ഉണ്ടല്ലോ, അതിന്റെ പറയുന്നു പോകേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് മറുവശത്തോട്ട് തീരെ കെട്ട വൃത്തികേടും അഴുക്കും അലമ്പുമായിട്ട് പാപമായിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഇത് രണ്ടുമല്ലാതെ മര്യാദയ്ക്ക് എല്ലാവരും ജീവിക്കുന്ന പോലെ മാന്യമായിട്ട് ജീവിക്കാൻ പാടില്ലേ? വലിയ സ്വർഗത്തിനും പുണ്യത്തിനും പോകണ്ട, വലിയ നരകത്തിനും പോകണ്ട, ഒരു മാന്യമായ റീസണബിൾ ആയുള്ള ഒരു ചിന്ത. ബെന്നിറ്റ് ബെർണാൻ പാപ്പയുടെ ജീസസ് ഓഫ് നസറത്ത് എന്നൊരു പുസ്തകത്തെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പരമ്പരയെ നേരത്തെ. അതില് പാപ്പ പറയുന്നുണ്ട്, പിശാച് വളരെ കൃത്യമായ രീതിയിൽ ആൾക്കാരുടെ ഉള്ളിലിട്ടുള്ള ചിന്തയാണ്, ദൈവത്തെ നിന്ദിക്കാൻ നിഷേധിക്കാനൊന്നും പോകണ്ട, വലിയ വൃത്തികേടിനും പോകണ്ട, അല്പം റീസണബിൾ ആയിട്ട് ജീവിക്കുക, ഒരു ബോധമുള്ള പോലെ ജീവിക്കുക, എല്ലാവരും ഒക്കെ ജീവിക്കുന്ന പോലെ. പ്രാർത്ഥനയൊക്കെ ആയിരിക്കും, അതൊക്കെ പിന്നെ ചെയ്താൽ മതി. ഇങ്ങനെ വലിയ പരസ്യമായി ഉറക്കുകൾ അങ്ങനത്തെ പ്രാർത്ഥനയൊന്നും വേണ്ട. റീസണബിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നീങ്ങിക്കുക. അങ്ങനത്തെ ഒരു ചിന്ത സാത്താൻ ഇട്ടുകൊടുക്കും എന്ന് പാപ്പ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആൾക്കാരെ ഉള്ളിലേക്ക്. ഇവിടെ കൃത്യമായിട്ട് ഈശോ പറയുകയാണ്, മത്തായി 12:28 കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് പിശാച് ബഹിഷ്കരിച്ച് ദേവരെ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ പങ്കുവെച്ച 5-6 സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോട് ശേഖരിക്കാതെ ചിതറിക്കുകയാണ്. അപ്പൊ ഒന്നുകിൽ എന്നോട് കൂടെ അല്ലെങ്കിൽ എൻ്റെ എതിര് എന്ന് വെച്ചാൽ ഒന്നുകിൽ ദൈവരാജ്യത്തില് അല്ല നരകരാജ്യത്തില്, ഇടയ്ക്കൊരു ഇടവഴിയില്ല. അപ്പൊ ഈ ആൾക്കാർ പറയുന്ന പോലെ അത്ര വലിയ പുണ്യത്തിനും പോകണ്ട, അത്ര കെട്ട പാപത്തിനും പോകണ്ട, മര്യാദയ്ക്ക് ജീവിക്കാൻ വരെ, അങ്ങനെ മൂന്നാമതൊരു വഴി ഇല്ല. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് ശപിക്കാൻ പറ്റത്തില്ല, രണ്ടജവാന്മാരെ ഒരുമിച്ച് ശപിക്കാൻ പറ്റത്തില്ല. എന്ത് കാണുന്നുണ്ട്? ഇടുങ്ങിയ വഴി, വിശാലമായ വഴി, ഇതെല്ലാം കാണിക്കുന്നത് ഈ രണ്ട് പാതകളെ ഉള്ളൂ. അപ്പൊ ഒന്നുകിൽ നമ്മൾ ദൈവരാജ്യ അനുഭവത്തില് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ആത്മാവ് നയിക്കപ്പെടുന്നു, അതല്ല എങ്കിൽ കെട്ട പാപാവസ്ഥയൊന്നും പ്രകടമായിട്ടില്ലായെങ്കിൽ പോലും നമ്മൾ ദൈവത്തിന്റെ വഴിവിട്ട് പൈശാചിക അവസ്ഥയിൽ പോയിട്ടുണ്ട് തിരിച്ചറിയണം. അപ്പൊ നമ്മൾ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് ഉള്ളു തുറന്ന് കൊടുത്തിട്ട് ഓരോ ചുവടും അതനുസരിച്ച് വെക്കുന്നതിൽ ജാഗ്രത എടുക്കുന്നില്ല എങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ ഒറ്റ ചുവട് തെറ്റിയാൽ മതി നരകരാജ്യത്തിലേക്ക് ഇറങ്ങി പോകാം. പത്രോസിന് പോലും സംഭവിച്ചുവെങ്കിൽ നമുക്ക് തൊട്ടും അസംഭാവ്യമാണെന്ന് നമ്മൾ കരുതരുത്. അങ്ങനത്തെ ജാഗ്രത നമുക്ക് വേണം. അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന, അതുകൊണ്ട് കർത്തൃ പ്രാർത്ഥനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഈശോ പഠിപ്പിക്കുമ്പോൾ നിരന്തരമായൊരു ജാഗ്രത ഇവിടെ നമുക്ക് വേണം. എൻ്റെ ജീവിതത്തിൽ ഒരു ചുവട് പോലും ദൈവമേ അങ്ങയുടെ വഴിയിലൂടെ അല്ലാതെ വെക്കാൻ എനിക്കിട വരരുതേ എന്നുള്ള ഒരു ജാഗ്രതയുടെ അലേർട്ടായിരിക്കുന്നതിൻ്റെ ഒരവസ്ഥ നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഈശ്വരനെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ഈ ഒരു വിചിന്തനത്തോടെ രണ്ടാമത്തെ യാചനയെക്കുറിച്ചുള്ള വിചിന്തനം പൂർത്തീകരിക്കാം. ഇതിന്റെ ബാക്കി തന്നെയാണ് അടുത്തേക്ക് വരുന്നത്.
അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.